بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين بالقسط شهداء ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ച് അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളായ ദാസിമാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ വളരെ ആകർഷിക്കുന്ന, മനുഷ്യനെ വളരെ സ്വാധീനിക്കുന്ന ഒരാശയമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എപ്പോഴും എന്തോ ഒന്നിൽ നിന്നുള്ള വിമോചനമാണ്, വിമുക്തിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം വിമുക്തി തന്നെയാണ്. തിന്മകളിൽ നിന്നുള്ള മോചനത്തിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. അഥവാ സ്വന്തം തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരുടെ തെറ്റുകളുടെ ഫലങ്ങളിൽ നിന്നുമുള്ള വിമോചനത്തിനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നാം എന്തിൽ നിന്നാണ് സ്വതന്ത്രരാവേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി തിന്മകളിൽ നിന്നാണ് നാം സ്വതന്ത്രരാവേണ്ടത് എന്നതാണ്. തിന്മകളുടെ അടിമത്തമാണ് മനുഷ്യരെ അസ്വാതന്ത്ര്യരാക്കുന്നത്. വ്യക്തിജീവിതത്തിലെ തിന്മകളിൽ നിന്ന് സാമൂഹിക ജീവിതത്തിലെ സംഘടിതവും സ്ഥാപനവൽകൃതവുമായ തിന്മകളിൽ നിന്ന് ഒരാൾ വിമോചിക്കപ്പെടുമ്പോഴാണ് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അവൻ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് അവന് പറന്നു പോകാൻ കഴിയുക. വ്യക്തിപരമായ തിന്മകളിൽ നിന്ന് മോചിതരാവുക എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ പടിയായി ദീൻ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം. വൈയക്തികമായി മനുഷ്യനുണ്ടാവുന്ന എല്ലാ തിന്മകളും സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിലെ തിന്മകളിൽ നിന്നുള്ള വിമോചനമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാമത്തെ പടി. വ്യക്തിപരമായ തിന്മകൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ചതി, വഞ്ചന, മോഷണം, അഹംഭാവം തുടങ്ങി ഒരു മനുഷ്യന്റെ നന്മയിലേക്കുള്ള പ്രയാണത്തിന് തടയിടുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നൊക്കെ സ്വയം ശുദ്ധീകരിക്കപ്പെടുക, ഇതിനാണ് വ്യക്തിപരമായ തിന്മകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതത്തിലെ തിന്മകൾ പുതിയ കാലത്ത് എടുത്തു പറയേണ്ടതില്ലാത്ത വിധം അത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. സാമൂഹിക തിന്മകളിൽ ഏറ്റവും ഒടുവിലത്തെ തിന്മ എന്ന അർത്ഥത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 7 രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം. വ്യക്തിപരമായ തിന്മകളിൽ നിന്ന് മനുഷ്യൻ മുക്തനാവുക എന്നുള്ളത് മനുഷ്യൻ നേടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാമത്തെ വശമായിട്ട് ദീൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരാൾ എന്ന അർത്ഥത്തിൽ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വകവെച്ച് നൽകുന്നത് കാണാൻ കഴിയും. ഖുർആനിന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാം, ഇമ്മാ ഷാക്കിറൻ കരുണ ചെയ്ത് നന്ദി ചെയ്ത് നന്ദിബോധമുള്ളവനായി അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാം, വ ഇമ്മാ കഫൂറൻ. ഇനി അതല്ല, മനുഷ്യന് നന്ദി കെട്ടവനായിട്ടും അവന് ജീവിക്കാം. ഈ രണ്ട് ഓപ്ഷനുള്ള ഭൂമിയിലെ എന്നല്ല, അള്ളാഹുവിൻ്റെ മറ്റ് ജീവജാലങ്ങളിൽ ഈ രണ്ട് ഓപ്ഷനുള്ള ഒരേ ഒരു ജീവിവർഗമേ ഉള്ളൂ, അത് മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുന്നു എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യവും പരിഗണനീയവുമായത്. ഒരാൾ നന്മ ചെയ്യുന്നു എന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്, മറിച്ച് തിന്മകളുടെ എല്ലാ സാധ്യതകളും അനുകൂലമായ സാഹചര്യങ്ങളും സന്നാഹങ്ങളും സർവത്ര സജീവമായ സാഹചര്യത്തിൽ ആ തിന്മകളിലൊന്നും കണ്ണുടക്കാതെ മനസ്സുടക്കാതെ അവയവങ്ങൾ ഉടക്കാതെ അതിനോട് പുറംതിരിഞ്ഞ് അതിൽ നിന്നും വഴിമാറി നടന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും കാക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ഒരണുമണി തൂക്കം നന്മ, ആ നന്മയാണ് പടച്ചവൻ പരിഗണിക്കുക. നന്മ ചെയ്യുന്നു എന്നതല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്, മറിച്ച് തിന്മകളുടെ സർവ്വ സാഹചര്യങ്ങളും അരങ്ങു വാഴുന്ന ഒരു ലോകത്ത് നിന്ന് അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ പടച്ചവനോടൊപ്പം സഞ്ചരിക്കാൻ ഒരാൾക്ക് കഴിയുക, ആ നന്മയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമായത്. ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ സ്വതന്ത്രരാവേണ്ടുന്ന, മോചനം നേടേണ്ടുന്ന 3 ദുശ്ശീലങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി നമ്മിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നാം വിമോചിപ്പിച്ചെടുക്കേണ്ടുന്ന, നമ്മെ വ്യക്തിപരമായി വിമോചിപ്പിച്ചെടുക്കേണ്ടുന്ന ചില ശീലങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്നാമത്തേത് പരസ്പരം വെറുപ്പിൽ നിന്നുള്ള വിമോചനമാണ്. മഹാനായ ഖലീഫ ഉമറുൽ ഫറൂഖ് റളിയല്ലാഹു തആല അൻഹു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരാശയത്തിൽ മനുഷ്യനെ വെറുക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മനുഷ്യൻ വിമോചനം നേടേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഒരു വർത്തമാനമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവദത്തമായ ജന്മാവകാശമാണ്. അത് ആരെങ്കിലും ഔദാര്യത്തോടുകൂടി കൊടുക്കുകയും വിധേയത്വത്തോടുകൂടി കൈയിരന്ന് വാങ്ങുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറയുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. മഹാനായ ഫാറൂഖിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു. പരാതിക്കാരൻ ഈജിപ്തിലെ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കളുടെ ഗവർണർ ഉണ്ടല്ലോ, ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അംർ ഇബ്നുൽ ആസ്, അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദും ഞാനുമായി ഒരു മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ മുഹമ്മദ് തോൽക്കുകയും ഞാൻ വിജയിക്കുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ തോൽവി ഉൾക്കൊള്ളാൻ അധികാരപ്രമത്തനായ മുഹമ്മദിന്, ഈജിപ്തിലെ ഗവർണറുടെ മകനായ മുഹമ്മദിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയായ അംർ ഇബ്നുൽ ആസാണ്. മത്സരം കഴിഞ്ഞപ്പോൾ ഇന്നാ പിടിച്ചോ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കഠിനമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അമീറുൽ മുഅ്മിനീൻ, ഞാൻ നിന്ദ്യനാക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് ഇത്ര കൂടി എന്നോട് പറഞ്ഞു, നീ എന്താണ് കരുതിയത്? ഞാൻ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നവനാണ്, അതുകൊണ്ട് നീ എന്നെ തോൽപ്പിച്ചില്ലേ, നിനക്കുള്ള സമ്മാനം ഇതാ എന്നുകൂടി പറഞ്ഞിട്ടാണ് അയാൾ എന്നെ പൊതിരെ തല്ലിയത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ മുമ്പിൽ ആ ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനടുക്കൽ ഒരു കേസ് ഫയൽ ചെയ്തു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മദീനയിലേക്ക് ആ തല്ലിയ മുഹമ്മദിനെയും, തല്ലിയ ആള് മാത്രമല്ല തല്ലിയ ആളുടെ ഉപ്പ അംർ ഇബ്നുൽ ആസിനെയും, അദ്ദേഹത്തിൻ്റെ കീഴിലെ ഗവർണറായിട്ടുള്ള അംർ ഇബ്നുൽ ആസിനെയും വിളിച്ചു വരുത്തുകയാണ്.
മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫവല്ലാഹി കുന്നാ ജുലൂസുൻ ഇൻദ ഉമർ, ഞങ്ങൾ മഹാനായ ഉമറിന്റെ അടുക്കൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. രണ്ടുപേരും ഉമർ റളിയല്ലാഹു തആല അടുക്കൽ വന്നു നിൽക്കുന്നു. തട്ടമൊക്കെ ഇട്ട് തലപ്പാവൊക്കെ ചുറ്റി ഉമറിന്റെ മുമ്പിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല കടന്നു വരുമ്പോൾ ഫാറൂഖ് ഉമർ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, എവിടെ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന താങ്കളുടെ മകൻ മുഹമ്മദ്? പുറകിൽ പമ്മി നിന്ന മുഹമ്മദ് പേടിച്ചരണ്ട് ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞു, ഞാനിതാ ഇവിടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് ചോദിച്ചു, ഐനൽ മിസ്രി, ആ ഈജിപ്ഷ്യൻ എവിടെ? ആ ചെറുപ്പക്കാരൻ എവിടെ? തന്റെ കയ്യിലിരിക്കുന്ന ചാട്ടവാർ ആ ക്രിസ്ത്യൻ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനം, നീ മുഹമ്മദിനെ അടിക്കണം. അങ്ങനെ അയാൾ മുഹമ്മദിനെ അടിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, വിമോചനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ജന്മാവകാശമായി കൊടുത്തതാണ് എന്നത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉത്തരാധികാരികൾ എന്തുമാത്രം ഗൗരവത്തിൽ ഉൾക്കൊണ്ടു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്. അയാൾ മുഹമ്മദിനെ പൊതിരെ തല്ലി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എങ്ങനെയെങ്കിലും അയാൾ ആ തല്ലൊന്ന് നിർത്തിയിരുന്നെങ്കിലെന്ന്. അത്രമാത്രം അടി ഉമറിന്റെ മുമ്പിൽ വെച്ച് അംർ ഇബ്നുൽ ആസിന്റെ മകനിട്ട്, ഗവർണറുടെ മകനിട്ട് ആ ക്രൈസ്തവനായ ചെറുപ്പക്കാരൻ അടിക്കുകയാണ്. അടി നിർത്തിയതിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വടി വാങ്ങിയിട്ട് വീണ്ടും അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അജ്ജിൽഹാ അലാ സിൽഅത്തി അംർ, ഇതാ ഈ നിൽക്കുന്ന അംർ ഇബ്നുൽ ആസ് ഉണ്ടല്ലോ, ഈ ഗവർണർ, താങ്കൾ അയാളുടെ കഷണ്ടിക്ക് ഒരടി കൊടുക്കും. ഫവല്ലാഹി മാ ലറബക ഇല്ലാ ബിഫദ്ലി സുൽത്താനിഹി, അംർ ഇബ്നുൽ ആസിന്റെ മകൻ മുഹമ്മദ് താങ്കൾ അടിച്ചത് സാക്ഷാൽ പിതാവിന്റെ അധികാരത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഇവൻ എന്നോട്, താങ്കളോട് അക്രമം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗവർണറെയും അടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫ ഉമർ ആ ചെറുപ്പക്കാരന് അവസരം കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലറബ്തു മൻ ലറബനി, വേണ്ട അമീറുൽ മുഅ്മിനീൻ, എന്നെ തല്ലിയവനെ ഞാൻ തല്ലിയിട്ടുണ്ട്, എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പിന്മാറുകയാണ്. ആ സന്ദർഭത്തിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തന്റെ സ്വാതന്ത്ര്യത്തിന്റെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വെച്ച് പുലർത്തുന്ന ഭരണാധികാരികളോട് ഉമർ റളിയല്ലാഹു തന്റെ ചോദിച്ച ഒരു ചോദ്യം, യാ അംർ മതസ്തഅബതുമുൻ നാസ വഖദ് വലദതുഹും ഉമ്മഹാതുഹും മഹ്റാറ, അല്ല അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ എന്നു മുതലാണ് മനുഷ്യരെ നിങ്ങളുടെ കീഴിൽ അനുവർത്തിക്കേണ്ടുന്ന, വിധേയപ്പെടേണ്ടുന്ന അടിമകളാക്കി നിങ്ങൾ മാറ്റിയത് എന്നു മുതലാണ്? വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറ, അവരുടെ മാതാപിതാക്കൾ അവരെ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണല്ലോ. സ്വതന്ത്രരായി പ്രസവിക്കപ്പെട്ട ഈ മക്കളെ അടിമകളാക്കാൻ എന്നു മുതലാണ് നിങ്ങൾ ആരംഭിച്ചത് എന്ന പ്രസിദ്ധമായ ചോദ്യം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ അംർ ഇബ്നുൽ ആസിനോട് ചോദിക്കുന്നുണ്ട്. മനുഷ്യരെ വെറുക്കാതിരിക്കുക എന്നതാണ്, മനുഷ്യരെ വെറുക്കുന്നു എന്ന പ്രകൃതം നമ്മിലുണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള വിമോചനമാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കുവാനുള്ള, അവരെ പുണരുവാനുള്ള വെമ്പലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ വ്യക്തിപരമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമതായി ദീൻ ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ നിങ്ങൾ മോചിതരാവേണ്ടുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടുന്ന ദുശ്ശീലം, അത് അനീതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നീതിയെക്കുറിച്ച് ഇത്രമാത്രം ഹൃദ്യമായി സംസാരിക്കുന്നത് വേദഗ്രന്ഥമുണ്ടോ എന്ന് വിശുദ്ധമായ ഖുർആൻ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ നീതിയെ കുറിക്കാൻ 2 പ്രയോഗമാണ് നടത്തിയത്, അൽ ഖിസ്തു അൽ അദ്ലു. നിരന്തരമായി നീതിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ എത്രമാത്രം ഹൃദ്യമായിട്ടാണ്, മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പ്രയോഗിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. നിങ്ങളുടെ പിതാക്കൾക്ക്, നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ കുടുംബക്കാർക്ക് എതിരാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി നീതിപൂർവം വിശ്വാസികളെ നിങ്ങൾ നിലകൊള്ളണം
എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നീതിപൂർവകം നിലകൊള്ളുക എന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ പോലും, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാണെങ്കിൽ പോലും നീതിപൂർവം നിലകൊള്ളേണ്ടിടത്തൊരു നിലപാടുണ്ടാക്കലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടുന്ന മൂല്യവത്തായ സ്വാതന്ത്ര്യമെന്ന് വിശുദ്ധമായ ഖുർആൻ ആവർത്തിക്കുന്നത് ഒരു സ്ഥലത്തല്ല. ഇയകുൻ ഗനിയൻ ഔ ഫഖീറ, അവൻ ദരിദ്രനാണെങ്കിലും ധനികനാണെങ്കിലും ഫല്ലാഹു ഔലാ ബിഹിമ ഫലാ തത്തബിഉൽ ഹവ, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ, നിങ്ങളുടെ തോന്നിവാസത്തെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കരുത് എന്നത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഫലാ തത്തബിഉൽ ഹവ അൻ തഅദിലു, നീതി പുലർത്തുന്നിടത്ത് തോന്നിവാസങ്ങൾ നിങ്ങളെ നയിക്കരുത്. വിശുദ്ധ ഖുർആൻ വാചാലമായി നീതിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആയാത്തുകളിലൂടെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി മനുഷ്യൻ വെറുപ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നേടിയെടുക്കേണ്ടതെങ്കിൽ, രണ്ടാമത്തേത് അനീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമായി മനുഷ്യൻ നേടിയെടുക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഒരു വ്യക്തി, അവൻ വ്യക്തി എന്ന നിലയിൽ നേടിയെടുക്കേണ്ടുന്ന സ്വാതന്ത്ര്യം നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നിഷ്ക്രിയരായിരിക്കുക, നിഷ്ക്രിയരാകാതിരിക്കുക, അല്ലെങ്കിൽ നിശ്ചലനങ്ങളിൽ നിന്ന് സന്നദ്ധതയിലേക്കുള്ള മോചനമാണ് മൂന്നാമതായി ഒരു മനുഷ്യൻ കൈവരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പാഠം. വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിമോചനത്തിന്റെ പാഠങ്ങളിൽ ഒന്നതാണ് സന്നദ്ധരാവുക എന്നതാണ്. ലോകം കുലുങ്ങിയാലും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ കച്ചവടവും എൻ്റെ ബിസിനസ്സും എന്നതിനപ്പുറത്തേക്ക് മനുഷ്യ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത, ഒരു സന്നദ്ധതയുടെയും ഒരു ചെറുവിരൽ പോലും അനക്കാത്ത മനുഷ്യ സമൂഹത്തിന് അത്തരമൊരു സ്വഭാവമുണ്ട് എങ്കിൽ, ഒരു മനുഷ്യക്കൂട്ടത്തിന് ആ സ്വഭാവമുണ്ട് എങ്കിൽ, അതിൽ നിന്നുമുള്ള വിമോചനമായിരിക്കണം ആ കൂട്ടങ്ങളുടെ ആദ്യത്തെ പ്രയത്നമെന്ന് ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സന്ദർഭത്തിലും സജ്ജരായിരിക്കുക, ഏത് സന്ദർഭത്തിലും സജീവമായി നിൽക്കുക എന്നത്, ഒരു വിശ്വാസി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സന്നദ്ധത ഈമാനിന്റെ അടയാളമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നവരാണ്. അവനവന് പ്രയോജനം ചെയ്യുന്നവരെ കുറിച്ചല്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നവനാണ്. ഇടകലർന്ന് ജീവിക്കാത്തവനേക്കാൾ നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി കാണാൻ കഴിയും. ഈമാനുള്ള ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ ആവശ്യം കണ്ടാൽ ഇത് എൻ്റെ കടമ, എൻ്റെ ബാധ്യത എന്ന ചിന്തയുണ്ടാവും. ഇതിനാണ് സന്നദ്ധത എന്ന് പറയുന്നത്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും ഭക്തിയിലും പരസ്പരം സഹായികളാവണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ മുശാറക്കത്തിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തഖ്വയിലും നന്മയിലും സഹായികളാകണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിച്ച പ്രവാചകനായിരുന്നു. മദീനയിലെത്തിയപ്പോൾ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധനായി കട്ട ചുമന്നു കൊണ്ടുവരുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ഖന്തക്കിൽ കുഴിക്കുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവർ പണിയെടുക്കട്ടെ, അവരുടെ പണിയെടുപ്പിന്റെ അനന്തരഫലം ഞാൻ അനുഭവിച്ചു കൊള്ളാം, പണിയെടുക്കുന്നത് മുഴുവൻ മറ്റുള്ളവർ, അതിന്റെ വിഹിതം ഞാൻ ഓരത്ത് നിന്ന് പറ്റിക്കോളാം എന്ന് പറയുന്ന സന്നദ്ധതയില്ലായ്മയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന മൂന്നാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സന്നദ്ധത സ്വാർത്ഥതയുടെ വിരുദ്ധമാണ്. സമൂഹത്തിൽ നിന്ന് സ്വാർത്ഥമായ ചിന്താഗതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ലോകം എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയിൽ നിറഞ്ഞിരിക്കുമ്പോൾ മുസ്ലിമായ ഞാൻ എന്ത് നൽകാം എന്ന ചിന്തയിലാണ്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ കൊള്ളയടിക്കുകയും ഒരു രാജ്യത്തെ മുഴുവൻ കൈവശം വെക്കുകയും ചെയ്ത ഒരു സമൂഹത്തോട് മുസ്ലിം സമൂഹത്തിന് വെറുതെ ഇരിക്കാൻ തോന്നാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ അതവരുടെ വിശ്വാസത്തിൽ നിന്നും അവർ വളർത്തിയെടുക്കുന്ന സന്നദ്ധതാ മനോഭാവവും അർപ്പണ മനോഭാവവുമാണ് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ട് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ, എന്തുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് നിലയുറപ്പിച്ചു എന്ന് ചോദിച്ചാൽ
അതവരുടെ വിശ്വാസം അവർക്ക് നൽകുന്ന പ്രചോദനാത്മകമായിട്ടുള്ള സന്നദ്ധതയുടെ മാർഗമാണ്. പള്ളിയിൽ വിശ്വാസികൾ ആരെങ്കിലും ഇടപെട്ടോട്ടെ, ഞാൻ എന്തിനാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തിൽ ഞാൻ എന്തിനിടപെടണം? ഈ ഒരു ചിന്താഗതി സ്വാർത്ഥതയിൽ നിന്നും ഉണ്ടാവുന്നതാണ്. പള്ളിയും മദ്രസയും സാമൂഹിക സേവനവും രോഗികളെ സന്ദർശിക്കലും വിദ്യാഭ്യാസ സഹായവും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യയിൽ കടന്നു വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഒരു ചരിത്രമുണ്ട്. റസൂല് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഇന്ന് ആരാണ് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? അനുഷ്ഠാനപരമായി അന്ന് കൈ ഉയർത്താൻ അബൂബക്കർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നിങ്ങളിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? സാമൂഹിക പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉദാത്ത മാതൃകയായി ആ സദസ്സിൽ കൈ ഉയർത്തിയത് സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് മാത്രമായിരുന്നു. ഇന്ന് ആര് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്? ഫർള് കിഫായായിട്ട് പോലും ഞാൻ ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ പ്രവാചകന്റെ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു എന്നത് ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്നദ്ധത എന്ന് പറയുന്നത്, സന്നദ്ധ സേവനം എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല, ഒരു മുസ്ലിമിന്റെ ജീവിത രീതിയാണ്. അള്ളാഹുവിന് വേണ്ടി മനുഷ്യർക്കായി പ്രവർത്തിക്കുക, അത് ഈ ലോകത്തും ആഖിറത്തിലുമുള്ള വിജയത്തിലേക്കുള്ള വഴിയാണ് എന്ന് സ്വയം തിരിച്ചറിയുക. ഈ സന്നദ്ധത ഒരു ഓപ്ഷനായിട്ടല്ല, ഒരു വിശ്വാസിയുടെ ദിനചര്യയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയായിരുന്നു. വ്യക്തി എന്ന അർത്ഥത്തിൽ നാം നേടിയെടുക്കേണ്ടുന്ന 3 സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് വെറുപ്പിൻ്റെതാണ് എങ്കിൽ, വെറുപ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എങ്കിൽ. രണ്ടാമത്തേത് സ്വാർത്ഥതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എങ്കിൽ. മൂന്നാമത്തേത് അനീതിയിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ്. വ്യക്തി എന്ന അർത്ഥത്തിൽ മനുഷ്യൻ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ ദൗർബല്യങ്ങളും എല്ലാ മാലിന്യങ്ങളും ഈ ദുർമേധസ്സുകളെല്ലാം ഒരു സമൂഹത്തിലുണ്ട് എങ്കിൽ സാമൂഹികമായി ആ ദുർമേധസ്സുകൾക്കെതിരെ, ദുർഗന്ധങ്ങൾക്കെതിരെ പണിയെടുത്തുകൊണ്ട് സമൂഹത്തെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കുക എന്ന പണി വിശ്വാസിയുടെ മൗലികമായ കർത്തവ്യമാണ് എന്ന് ദീൻ പഠിപ്പിക്കുന്നു. 79ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഇന്ത്യ രാജ്യം, ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സാമൂഹികത എന്തുമാത്രം മലീമസമാണ് എന്ന് കൂടുതൽ പറയാതെ തന്നെ നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് നമ്മിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും ഒരു പൗരന്, ഒരു രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മൂർത്തമായ ആവിഷ്കാരം എന്ന നിലയിൽ നമ്മളൊക്കെ വളരെ കൃത്യമായി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സമ്മതിദാനാവകാശം എനിക്കിഷ്ടപ്പെട്ടവർക്ക് എൻ്റെ തിരഞ്ഞെടുപ്പിന്, എൻ്റെ സ്വാതന്ത്ര്യത്തിന് അനുസൃതമായി എനിക്ക് ചിലവഴിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ആവിഷ്കാരമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെമ്പാടും. അത്ര ഉദാത്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും എത്രമാത്രം അരക്ഷിതമാണ് എന്ന്, എത്രമാത്രം മലീമസമാണ് എന്ന് നമ്മൾ അടുത്തറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 7-നാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കുറെ നാളുകളായി മനുഷ്യന്മാരുടെ കുറ്റകൃത്യങ്ങളല്ല പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്, പൗരന്മാരുടെ കുറ്റകൃത്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, ഭരണാധികാരികളുടെ കൊള്ളയും കൊള്ളവയ്പും മോഷണവും തട്ടിപ്പും മാത്രമാണ് കുറെ നാളുകളായിട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വ്യാജ വോട്ടുകളും കള്ള വോട്ടുകളും ആണ് ഈ രാജ്യത്തെ BJP ഗവൺമെന്റിന് തുടർ ഭരണത്തിലേറാൻ സഹായിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ കൃത്യമായി രേഖകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് നമ്മൾ കണ്ടു. സ്വന്തമായി അഡ്രസ് ഇല്ലാത്ത, നമ്മൾ പല അഡ്രസ്സുകളും കണ്ടപ്പോഴാണ് ഇവരുടെയൊക്കെ പിതാക്കന്മാരുടെ പേര് ABCD ആണെന്നും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഏതെങ്കിലും 3-4 അക്ഷരങ്ങൾ മാത്രം കൂട്ടിച്ചേർത്താൽ ഇവരുടെ പിതാക്കന്മാരുടെ പേര് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ സന്ദർഭം.
കേരളത്തിലെ തൃശ്ശൂരിൽ പോലും സ്വന്തമായി അഡ്രസ് ഇല്ലാതെ, സ്വന്തമായി പേര് പോലും ഇല്ലാത്ത കള്ളവോട്ടുകൾ എത്രയെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിൽ പോലും ഇരട്ട ഐഡികളുണ്ട് എന്ന വാർത്ത നമ്മൾ അറിയുന്നു. സ്വതന്ത്രമായി വിനിയോഗിക്കേണ്ടുന്ന വോട്ടവകാശം പോലും എത്ര അരക്ഷിതമായിട്ടാണ് ആ സംവിധാനം പോലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും അതിനെതിരെ ശബ്ദിച്ചാൽ മതി, എൻ്റെ സന്നദ്ധത അവിടെ പ്രകടിപ്പിക്കേണ്ടതില്ല എന്നതാണ് ജനാധിപത്യ വിശ്വാസികളുടെ തീരുമാനമെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ആ സന്നദ്ധതയില്ലായ്മയിൽ നിന്നാണ് നാം ആദ്യം സ്വാതന്ത്ര്യം നേടേണ്ടത് എന്നാണ് പറഞ്ഞത്. കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര അസംബ്ലി മണ്ഡലത്തിൽ 1,250,000 വ്യാജ വോട്ടുകൾ കണ്ടെത്തിയതായി അദ്ദേഹം കണക്ക് സഹിതം വളരെ കൃത്യമായി ആ കണക്കുകൾ രേഖപ്പെടുത്തി അദ്ദേഹം വിടുന്നുണ്ട്. ഒരാൾക്ക് 1,000 വോട്ടുകൾ, അത്തരത്തിലുള്ള 1,00,000 വോട്ടുകൾ പല മണ്ഡലങ്ങളിലും. നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ മലീമസമായ തിന്മകളിൽ നിന്ന് മോചിതനാവുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വശമാണ് എങ്കിൽ, സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളും ദുർമേധസ്സുകളും, സമൂഹത്തിൽ വ്യക്തികളുടെ ഇടയിലുള്ള ആ ദുർമേധസ്സുകൾ മുഴുവൻ ഒരു സമൂഹത്തിൽ ഒന്നടങ്കമുണ്ട് എങ്കിൽ ആ സമൂഹത്തെ സ്വതന്ത്രമാക്കുക, മുക്തമാക്കുക എന്നുള്ളതാണ് വിശ്വാസി നേടേണ്ടുന്ന രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ ഇസ്ലാമികമായ പടി എന്ന് പറയുന്നത്. മദീനയിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലം, യമനിൽ നിന്ന് കുറെ അധികം തുണിത്തരങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖജനാവിലേക്ക് വരികയാണ്. അങ്ങനെ കുറേയധികം വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ വന്നപ്പോൾ അത് പൊതുജനങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു. ആളുകൾക്ക് കൊടുത്ത അതേ അളവിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അതേ അളവിൽ അദ്ദേഹവും കൈപ്പറ്റുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. തനിക്ക് കിട്ടിയ തുണിയേക്കാൾ അല്പം കൂടുതൽ തുണി ഉമറിന് കിട്ടിയ കുപ്പായ തുണിയിലുണ്ട് എന്ന് കാണുകയും അത് പൊതുസദസ്സിനെ ബോധ്യപ്പെടുത്തുകയും, അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പൊതുസദസ്സിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്കൊന്നുമില്ലാത്ത തുണിയുടെ നീളമാണല്ലോ താങ്കൾക്കുള്ള തുണിയിലുള്ളത്, താങ്കൾ അനീതിയല്ലേ യഥാർത്ഥത്തിൽ കാണിച്ചത്? പൊതുസദസ്സിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അവഹേളിക്കുന്ന ഇത്തരമൊരു ചോദ്യം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് ചേർന്ന് നിന്നുകൊണ്ട് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. എൻ്റെ തുണി കൂടി എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് അത്രയും തുണി കൂടുതൽ കിട്ടിയത് എന്ന കാര്യം ഞാൻ അത് പറയാതിരുന്നതാണ്. വേണമെങ്കിൽ അതെനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പൊതുവായി അവഹേളിച്ചതിൻ്റെ പേരിൽ ഞാനത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആ സദസ്സിൽ വെച്ച് പറയുന്നുണ്ട്. രാജാവിൽ അനീതി കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അനീതിക്കിരയായി എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ചോദ്യം ചെയ്യുന്ന പൗരബോധത്തിന്റെ അങ്ങേയറ്റത്തെ ആവിഷ്കാരം, യഥാർത്ഥത്തിൽ അനീതിക്കെതിരെ നിലകൊള്ളുക എന്നതിൻ്റെ മഹത്തായ ആവിഷ്കാരങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പൗരബോധം ഉണരേണ്ടുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ പൗരബോധമാണ് 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്ന സാങ്കേതികമായ പ്രയോഗത്തിന്റെ മുമ്പിൽ നമ്മളത് ആഘോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത്, ആ സ്വാതന്ത്ര്യത്തിന്റെ മൂർത്തമായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ അംശലേശങ്ങൾ എവിടെയും അവശേഷിക്കുന്നുണ്ടോ എന്നത് മാറ്റി നിർത്തിയാൽ അതിൻ്റെ സാങ്കേതികമായ പ്രയോഗത്തിന്റെ സന്ദർഭത്തിൽ നാം ഈ പൗരബോധം പ്രകടിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. 1,00,000-ൽ പരം വ്യാജ വോട്ടുകൾ ഈ രാജ്യത്തെ ഗവൺമെന്റ് കള്ളവോട്ടിലൂടെ, വ്യാജ വോട്ടിലൂടെ നേടിയെടുത്ത് തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പൗരബോധം ഈ അർത്ഥത്തിൽ ഉയരുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികമായി ദീൻ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോചനം നേടേണ്ടുന്ന വളരെ സുപ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലാ തത്തബിഉൽ ഹവ അൻ തഅദിലു, നീതി പുലർത്തുന്നതിന് നിങ്ങളുടെ ഇച്ഛകൾ
നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റരുത്. നമ്മുടെ തോന്നലുകളിൽ നിന്ന്, നമ്മുടെ ഇച്ഛയിൽ നിന്ന് മനുഷ്യൻ മോചനം നേടേണ്ടതുണ്ട്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഇച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് അത്തരം ആളുകളെ കുറിച്ചാണ്. സ്വന്തം ഇച്ഛകൾ ദൈവീക മാർഗത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിന്ന് അവന് തടസ്സം നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നുള്ള മോചനമാണ് ഒരു വിശ്വാസി ആദ്യമായി നേടിയെടുക്കേണ്ടുന്നത്. രണ്ടാമതായി ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ ഇതര വ്യവസ്ഥകളിൽ നിന്നും സ്വാതന്ത്ര്യവും നേടിക്കൊണ്ട് അള്ളാഹുവിലുള്ള പരിപൂർണമായ അടിമത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചേർന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ടുന്ന രണ്ടാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അടിമപ്പെടാതിരിക്കുക, ആർക്കും അടിമയാകാതിരിക്കുക, സാക്ഷാൽ അള്ളാഹുവിന് മാത്രം വിധേയപ്പെടുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുക എന്നതാണ് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ കാവൽ. ആ കാതൽ തന്നെയാണ് നമ്മുടെ പൂർവികരായ മുസ്ലിം ഉമ്മത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രതിനിധാനം എന്ന് നാം തിരിച്ചറിയണം. ഒരുവനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മെച്ചം? അതായത് ആയിരക്കണക്കായ ആളുകൾക്ക് മുമ്പിൽ ദുനിയാവിൽ സുജൂദ് ചെയ്യുന്നത് ഒഴിവാക്കാം എന്നതാണ് അതിൻ്റെ ദാർശനിക തലം എന്ന് നമ്മെ പഠിപ്പിച്ചത് അല്ലാമ ഇഖ്ബാലാണ്. ഏക് സജദേ ജിസേ തൂ ഗിറാ സമജ്താ ഹേ, ഒന്ന് സുജൂദ് ചെയ്യാനും ഒന്ന് കുമ്പിടാനും ഒന്ന് നമസ്കരിക്കാനും ഒക്കെയാണല്ലോ നീ ഇത്ര ഭാരം എന്ന് കരുതി ആ നമസ്കാരത്തിലെ സുജൂദുകളെ നീ ഒഴിവാക്കുന്നത്. ഹസാർ സജദേ സേ ജേതേ ഹേ ആദമി കോ നജാത്ത്, ഈ ലോകത്ത് ആയിരക്കണക്കായ മനുഷ്യർക്ക് മുമ്പിൽ കുമ്പിടേണ്ടി വരുന്ന, അവരെ പൂജിക്കുകയും അവരെ വണങ്ങുകയും ബഹുമാന പുരസ്സരം അവർക്ക് മുമ്പിൽ നിന്ന് മണിയടിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസരം, അതിൽ നിന്ന് ഈ സുജൂദ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു. നിങ്ങളുടെ സുജൂദുകൾ ഒരു നിലപാടായി മാറുന്നു. ആ നിലപാടാണ് മുസ്ലിം സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രതിനിധാനമായി മാറിയത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. ആദരിച്ചും ബഹുമാനിച്ചും മറ്റുള്ളവർക്കൊക്കെ സ്ഥാനം കൊടുക്കുക എന്നതിനും അപ്പുറത്ത് അവരെ പൂജിക്കേണ്ടതില്ലാത്ത ഒരവസ്ഥ, ആയിരക്കണക്കിനായ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചനമാണ് യഥാർത്ഥത്തിൽ ഒരു സുജൂദിലൂടെ വിശ്വാസിയെ നിനക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് അല്ലാമ ഇഖ്ബാൽ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അർത്ഥത്തിൽ നിന്നാണ്. ഈ പറയപ്പെട്ട വിമോചനങ്ങൾ, വ്യക്തിപരമായ വിമോചനങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. വ്യക്തിപരവും സാമൂഹികമായ ദുർമേധസ്സുകളിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പോരാട്ടം നയിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സമൂഹത്തെയും അതേപോലെ തന്നെ വ്യക്തിപരമായി നമ്മളെയൊക്കെ ഗ്രസിച്ചിട്ടുള്ള ഏതെല്ലാം അർത്ഥത്തിലുള്ള വെറുപ്പിൻ്റെയും അനീതിയുടെയും സ്വാർത്ഥതയുടെയും ഏതെല്ലാം അഴുക്കുകളുണ്ടോ ആ അഴുക്കുകൾ എന്നുള്ള മനസ്സിനെയും സമൂഹത്തിനെയും വിമോചിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.